നുണകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. വ്യാജ ആഖ്യാനങ്ങളുടെ കാലമാണ്. ഇനിയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചും അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചും ഇടതുപക്ഷത്തിനെതിരായി നുണകൾ നിർമ്മിക്കാതെ വലതുപക്ഷത്തിന് അതിജീവിക്കാനാവില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നുണകൾ വന്നുകൊള്ളുന്നത് കേരളത്തിനെതിരാണ്. ഉദാഹരണമായി, കേരളം കടക്കടിയിലാണോ? അല്ല. കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. ഉത്തരവാദി ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമല്ല, ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ കേരളത്തിനെതിരാണ്. ഈ സത്യം പകൽ പോലെ വെളിച്ചമായിരിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. എന്താണ് ബാധ്യത? കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയം അവസാനിക്കും. അത്തരമൊരു ചോദ്യം ഉണ്ടാകാതിരിക്കുന്ന തരത്തിലേക്ക് ശൂന്യപാത്രങ്ങളുടെ കലമ്പലുകൾ പോലെ ഇത്തരം കാര്യങ്ങൾ വ്യാജമായി ഉന്നയിക്കുകയും രാഷ്ട്രീയ മണ്ഡലത്തെ ഒച്ചയുണ്ടാക്കുന്ന ഇടമാക്കി മാറ്റി തീർക്കുകയുമാണ് വലതുപക്ഷ രാഷ്ട്രീയ തന്ത്രം. ഒരു കാതലായ ചോദ്യവും ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് എന്താണ് UDFന്റെ പരിപാടി? ചർച്ചയുണ്ടോ? ഏതെങ്കിലും ചർച്ചയുടെ ബാധ്യത UDF നേതാക്കന്മാർക്കുണ്ടോ? നമ്മൾ വിജ്ഞാന കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ നവകേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ കെ സുധാകരൻ ഒരു മിനിറ്റ് വർത്താനം പറയാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവിടെയാണ് മന്ത്രി രാജീവ് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ നിക്ഷേപമായിട്ട് വരാൻ പോകുന്നു. അത് കടലാസ കിടക്കുകയല്ല, 4000 കോടി രൂപയുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി പാലക്കാട് ദേശീയപാതക്കരികിൽ നമ്മൾ സ്ഥലം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന കുതിപ്പ് അതാണ്. ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്? വിഴിഞ്ഞം എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ആ നിർമ്മിക്കപ്പെട്ട വിഴിഞ്ഞത്തെ തടയാൻ അവിടെ കടലോരത്ത് സമരമുണ്ടാക്കിയവരെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? അത്തരം ചർച്ചകളല്ല. ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് തൊലിപ്പുറമെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തി അത് അവസാനിപ്പിക്കലാണ് വലതുപക്ഷ രാഷ്ട്രീയം. അതിന് പൈസ വാങ്ങിയോ അല്ലാതെയോ, ഉപജീവനത്തിന് വേണ്ടിയോ അല്ലാതെയോ കോല് കെട്ടി തുള്ളുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഇവരാരും ഇത് അവസാനിപ്പിക്കുകയില്ല.